PMCയുടെ കാര്യത്തിൽ UDF മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എല്ലാവരും, അതുപോലെ UDF കൺവീനർ എല്ലാവരും സൃഷ്ടിച്ച അതിവേഗത്തിൽ UDFന്റെ MP-മാരുടെ ചോദ്യങ്ങളോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മതനിരപേക്ഷ വർഗീയ വിരുദ്ധ മുഖംമൂടി അണിഞ്ഞവർ ഇപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ മുൻപിൽ വർഗീയതയുടെ നേരെ അവകാശികളെന്ന രൂപത്തിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് MOU MOUവിനകത്ത് പിന്മാറാൻ യാതൊരു തടസ്സങ്ങളുമില്ല. ആ നിലപാടാണ് നേരത്തെ വകുപ്പ് ഒപ്പിട്ടതിന് ശേഷം കഴിഞ്ഞ മന്ത്രിസഭ കൂടി തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന് ശേഷം ഒരു നടപടിയും വന്നില്ല. ഈ PM-3യുടെ MOUവിൻ്റെ കാലാവധി തന്നെ അടുത്ത മാർച്ച് വരെയാണ്. 22-23 സാമ്പത്തിക വർഷം മുതൽ 26-27 സാമ്പത്തിക വർഷം വരെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഈ ഒപ്പിടുന്നതിൻ്റെ കാലാവധി പോലും അത് മാർച്ച് വരെയാണ്. അപ്പോൾ എങ്ങനെയാണോ കഴിഞ്ഞ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ മാർച്ചോടുകൂടി അത് സ്വാഭാവികമായിട്ടും തീരും. ഇനി അവിടെ കിടന്നാലും നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ യാതൊരു തടസ്സവും ഇല്ല എന്ന് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കാൻ BJPയുടെ നിലപാട് പൂർണ്ണമായിട്ടും ഈ സർക്കാർ പിന്തുടരുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം MOU എന്ന് പറഞ്ഞാൽ എന്താണ്. മുഖ്യമന്ത്രി അത് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കരാറെന്നാണ് പറഞ്ഞത്. കരാറും MOUയും തമ്മിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. എംപിന് വേണ്ടിയാണ് PM-3 പദ്ധതി നടപ്പിലാക്കാനാണ്. എംപിന് MOU വയ്ക്കുന്നത് കേന്ദ്രം ഫണ്ട് നൽകുന്നു. ആ ഫണ്ട് നൽകുമ്പോൾ ഇന്ന വ്യവസ്ഥകൾ പാലിക്കണം. ഇതാണ് MOU എന്നുള്ളത്. ആ MOUവിനകത്ത് ഒപ്പിട്ട് നടപ്പിലാക്കിയില്ലെങ്കിലോ ഫണ്ട് കിട്ടില്ല. അപ്പോൾ ചിലർ ചോദിക്കും, എന്തുകൊണ്ട് കേന്ദ്രത്തിന് മാത്രം ഇവരിൽ നിന്ന് പിൻവാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളൂ, സ്റ്റേറ്റിന് പിൻവാങ്ങാമെന്ന് പറഞ്ഞിട്ടില്ല? അതും വളരെ ലളിതമായ യുക്തിയാണ്. കാരണം കാശ് അവർ തരുന്നു, അവരെ നിങ്ങൾ മുഴുവൻ കാശും വാങ്ങി സ്കൂളിന് വേണ്ടി, നിങ്ങൾ നടപ്പിലാക്കുന്നില്ലെങ്കിലോ? അപ്പോൾ അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാനും മറ്റ് നടപടികളിലേക്കും പോകാനും കഴിയും. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത്, അതുപോലെ മറ്റ് മന്ത്രിമാരും പറയുന്നത്, ചിലർ വളരെ നന്നായി പ്രസംഗിക്കുന്നുണ്ട്, ഇത് PM-3 വേറെയാണ്, പഴയ PM-3 അല്ലാതൊക്കെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളായി മാറിയല്ലോ. അതിൽ കാണേണ്ടത് PM-3 എന്നുള്ളത് തന്നെ ദ സ്റ്റേറ്റ് വിൽ ഇംപ്ലിമെൻറ്റ് ഓൾ പ്രൊവിഷൻ ഓഫ് NEP 2020 എൻറ്റയർലി വിത്തിൻ ദ എൻറ്റയർ സ്റ്റേറ്റ് എന്നാണ്. അതാണ് പ്രധാന ഒബ്ജക്റ്റീവ്. എന്നാൽ ശരിക്കും ഓൾ പ്രൊവിഷൻ ഓഫ് ദ NEP എൻറ്റയർലി തന്നെ സ്പെസിഫിക് ആയി പറയേണ്ടതില്ല, അത്രയും സ്പെസിഫിക് ആയിട്ടാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ പണം വാങ്ങിയാൽ, ഈ PM-3യുടെ പണമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാ വകുപ്പുകളും പൂർണ്ണമായും വിത്തിൻ ദ എൻറ്റയർ സ്റ്റേറ്റ് എന്നാണ്. സംസ്ഥാനത്ത് മുഴുവനും നടപ്പിലാക്കണം. PM-3 സ്കൂളുകൾ മാത്രമല്ല. നിങ്ങൾ പണം PM-3ക്ക് വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാ പ്രൊവിഷനുകളും പൂർണ്ണമായും സംസ്ഥാനത്ത് മുഴുവനും നടപ്പിലാക്കണം എന്നുള്ളതാണ്. അത് ഷോക്കേസ് ചെയ്യാനുള്ള സ്കൂളാണ് ഇതിനകത്ത് വരുന്നത്. അല്ലാതെ നിങ്ങൾ ആ സ്കൂളാണ് ഈ സ്കൂളാണോ എന്നാണ്. ഇപ്പോൾ പറവൂർ സ്കൂൾ നടപ്പിലാക്കാം, മലപ്പുറത്ത് വേണ്ടാമെന്ന് തീരുമാനിച്ച പ്രശ്നം തീരുമോ? സ്കൂൾ തിരഞ്ഞെടുക്കുന്നത് കൃത്യമായുണ്ട്. നിങ്ങൾക്ക് ടോയ്ലറ്റ് വേണം, പ്രത്യേക കെട്ടിടം വേണം, അതുപോലെ തന്നെ കുട്ടികളുടെ എൻറോൾമെൻറ്റ് റേഷ്യോ സ്റ്റേറ്റ് എൻറോൾമെൻറ്റ് റേഷ്യോയ്ക്ക് മുകളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാം എലിജിബിൾ ആയിരിക്കും. യഥാർത്ഥത്തിൽ കേരളം കാണേണ്ടത്, ഞങ്ങളന്ന് കണ്ടത് തന്നെയാണ്, ഇപ്പോൾ നമ്മൾ 1 കോടി 3 കോടി 5 കോടി രൂപ വരെ ഓരോ സ്കൂളിനും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ചെലവഴിച്ച് നല്ല കെട്ടിടങ്ങളും സൗകര്യങ്ങളും വന്നു. ഇനി PM-3യുടെ ഭാഗമായി നമുക്ക് 1 കോടി രൂപ വെച്ച് കിട്ടുമ്പോൾ ഇതെല്ലാം അടിയറ വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ശരിക്കും ഒന്നുകൂടി, കഴിഞ്ഞ ഞാൻ ഭരിക്കാനുള്ളതുണ്ടോ എന്നൊക്കെ ചോദിച്ചു, ഇപ്പോൾ ധൈര്യമായിട്ട് പറയാമല്ലോ, ഇതാ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നടപ്പിലാക്കുന്നേ ഇല്ല. ഇത് നടപ്പിലാക്കുമ്പോൾ കേരളം മുഴുവൻ ഈ പുതിയ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ളതാണ്. അല്ലാതെ ഇവർക്കിപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ സ്വന്തം ആളാണല്ലോ ഭരിക്കുന്നത് എന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിക്കുലം പിന്തുടരുന്നതല്ല. സ്റ്റേറ്റ് കരിക്കുലം പിന്തുടരാം, പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ് കരിക്കുലം ആയിരിക്കണം. അത്രയും സ്പെസിഫിക് ആണ്. അപ്പോൾ ജനങ്ങളെ വഞ്ചിക്കൽ ഒഴിവാക്കേണ്ടതുണ്ട്. പൂർണ്ണമായിട്ടും ഒരു BJP സർക്കാർ എന്ന നിലയിലേക്ക് B ടീമും മാറി, ഒറിജിനൽ ടീമായി കേരളത്തിലെ ഗവൺമെൻറ് മാറി. ഞെട്ടിപ്പിക്കുമ്പോൾ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി പരോളിന് വേണ്ടി അപേക്ഷിക്കുന്നു. പരോളിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത ബന്ധു, മാതാപിതാ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ വളരെ ഗുരുതരമായിട്ട് രോഗമാണ്, ആ രോഗം വെച്ചിട്ട് എറണാകുളത്ത് ജനറൽ ആശുപത്രി ചികിത്സയിലാണ്, പരോൾ വേണം. അപ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഉടൻ തന്നെ കൊടുക്കുകയാണ്. അത് കുഴപ്പമില്ല, ആസ്റ്ററിലോ അമൃതയിലോ അത്യാധുനികമായ ചികിത്സാ സൗകര്യമുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ബൈസ്റ്റാൻഡറിന് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, അതിനാവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന് പറയുമോ? ഇവിടെ ഒരു പ്രതിയായി ജയിലിൽ കിടക്കുന്ന ആൾ പരോൾ ചോദിക്കുന്നു.
പരോൾ ചോദിക്കുമ്പോൾ ഒരു റീസൺ പറയണല്ലോ. അപ്പോൾ ഈ സഭയിൽ പങ്കെടുക്കാനാണ്, കൗൺസിലിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ്, അതും ജയിലുമായി ബന്ധം ആഭ്യന്തര വകുപ്പ് തന്നെ മറുപടി നൽകുകയാണ്, കുഴപ്പമില്ല, ഇതിങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ നൽകിയാൽ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചാൽ നിങ്ങളുടെ അംഗത്വം നഷ്ടപ്പെടില്ല. ഏത് റൂൾസ് ഓഫ് പ്രൊസീജിയറാണ് ആഭ്യന്തര വകുപ്പിന് ഈ അഡ്വൈസ് നൽകാൻ അധികാരം നൽകുന്നത്? ഏത് അധികാരമാണ് ആഭ്യന്തരമന്ത്രിക്കുള്ളത്? അപ്പോൾ മുഖ്യമന്ത്രിയും അറിയാതെ ഒരു സെക്രട്ടറി തൻ്റെ വകുപ്പിൻ്റെ അധികാര പരിധിയിൽ ഇല്ലാത്ത ഒരു അധികാരം ഉപയോഗിച്ച് BJPയുടെ കൗൺസിലിനെ നിലനിർത്താനുള്ള അസാധാരണമായ നിലപാട് സ്വീകരിക്കുമോ? ഇപ്പൊ എവിടേക്കൊക്കെ ശരിക്കും മുഖ്യമന്ത്രി ശരിക്കും അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? അദ്ദേഹം ആവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ BJPക്ക് ഉപദേശ ഒരു വകുപ്പായി ആഭ്യന്തര വകുപ്പും BJPക്ക് കോർപ്പറേഷൻ കൗൺസിൽ നിലനിർത്താൻ ഒത്താശ ചെയ്യുന്ന സംവിധാനമായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. അപ്പോൾ B ടീം അല്ല, ഒറിജിനൽ BJP ടീം എന്ന നിലയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. മുൻപുണ്ടായിരുന്നല്ലോ, നമ്മുടെ ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ വെള്ളം കയറിയ ഒരു സമയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? അല്ല, അതിന് എല്ലാവരും ഒന്നിച്ച് തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ വ്യത്യസ്ത, ഇത്തരം കാര്യങ്ങൾ കേരളം നമുക്കൊരു പശ്ചാത്തലമുണ്ട്. വയനാടിൻ്റെ അനുഭവമുണ്ട്. അവിടെ ജില്ലാ തലത്തിലുള്ള ദുരന്ത നിവാരണ സംവിധാനവും സംസ്ഥാന തല ദുരന്ത നിവാരണ സംവിധാനവും പരാജയപ്പെട്ടു എന്ന പരാമർശങ്ങൾ വന്നു. നേരത്തെ തന്നെ എന്ത് ചെയ്യാനാ, അവർ പറഞ്ഞിട്ട് കേട്ടില്ല എന്നൊരു പ്രതികരണം വയനാട് ഉണ്ടായി. അതൊക്കെ തുടക്കത്തിലുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇപ്പോൾ മഴയുടെ ഓഗസ്റ്റ് മാസത്തിലാണല്ലോ നേരത്തെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ല ജാഗ്രതയോടുകൂടി അത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളും ഏകോപിതമാകണം. നമുക്കിപ്പോൾ പ്രോട്ടോകോൾ എല്ലാം 18 പ്രളയത്തിന് ശേഷം കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കേണ്ടത്, ആ ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നതിന് സർക്കാരും നേതൃത്വം നൽകണം. എല്ലാവരും തന്നെ കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട്.